ഡ്രീം ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ബിൽഡിംഗ് റൂൾ അനുസരിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ബിൽട്ടപ്പ് ഏരിയ, രണ്ട് ഫ്ലോർ ഏരിയ. നമ്മൾ പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റി, അതുപോലെ കോർപ്പറേഷനിലൊക്കെ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടിയിട്ടോ കെട്ടിട നമ്പറിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ എൻജിനീയറിനോ ആർക്കിടെക്റ്റിനൊക്കെ ബിൽഡിംഗ് പ്ലാൻ അടങ്ങുന്ന ഒരു അപേക്ഷ ഫയൽ തയ്യാറാക്കിയിട്ടുണ്ടാവുമല്ലോ. ആ ഒരു ബിൽഡിംഗ് പ്ലാനിൻ്റെ ഷീറ്റിൽ നിങ്ങൾ ഏരിയ ഡീറ്റെയിൽസിൻ്റെ സ്ഥാനത്തായിട്ട് ബിൽട്ടപ്പ് ഏരിയ, ഫ്ലോർ ഏരിയ എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. എന്താണ് ഈ ബിൽട്ടപ്പ് ഏരിയ, എന്താണ് ഈ ഫ്ലോർ ഏരിയ, ഇതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ബിൽട്ടപ്പ് ഏരിയ എന്താണെന്ന് പറയാം. ബിൽട്ടപ്പ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൽഡിങ് എല്ലാ ഏരിയയിലും കവർ ചെയ്യുന്ന ടോട്ടൽ ഏരിയയാണ് ബിൽട്ടപ്പ് ഏരിയ എന്ന് പറയുന്നത്. ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ചുമരോ തറയോ അതിൻ്റെ മേൽക്കൂരയോ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ള ഏതൊരു സ്ട്രക്ചറും ബിൽഡിംഗ് ആണ്. ഇനി മനസ്സിലായില്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറയാം. നിങ്ങളുടെ വീടിൻ്റെ സിറ്റ് ഔട്ട് അടക്കം, അതായത് വരാന്ത അടക്കം ടോട്ടൽ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ എത്രയാണോ അത് ബിൽട്ടപ്പ് ഏരിയ ആണ്. അതുപോലെ തന്നെ പോർച്ച് ഉണ്ടെങ്കിൽ പോർച്ചിൻ്റെ ഏരിയ വരും. ഇനി നിങ്ങളുടെ വീടിന് ഫസ്റ്റ് ഫ്ലോർ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൻ്റെ വോൾ കവർ ചെയ്യുന്ന, അതായത് ചുമര് കവർ ചെയ്യുന്ന ഏരിയ എത്രയാണോ അതും കൂടെ ബിൽട്ടപ്പ് ഏരിയയിൽ വരും. ഓപ്പൺ ടെറസിൻ്റെ ഏരിയ വരില്ല, വോൾ കവർ ചെയ്യുന്ന, ചുമര് കവർ ചെയ്യുന്ന ഏരിയ കൂടെ ബിൽട്ടപ്പ് ഏരിയയിൽ വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ബിൽഡിങ്ങിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ, സെക്യൂരിറ്റിക്കായിട്ട് ബിൽഡിങ്ങിനോട് ചേർന്ന് ഒരു സെക്യൂരിറ്റി റൂം നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയയും ഈ ബിൽട്ടപ്പ് ഏരിയയിൽ വരും. ഇങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള സ്ട്രക്ചറുകൾ ബിൽഡിങ്ങിലോ ബിൽഡിങ്ങിനോട് ചേർന്നോ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ബിൽട്ടപ്പ് ഏരിയയിൽ കണക്കാക്കും. അതുമാത്രമല്ല, ഇനി ഇതേ പ്ലോട്ടിൽ, അതായത് നിങ്ങളുടെ സെയിം സ്ഥലത്ത് തന്നെ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് എക്സിസ്റ്റിംഗ് ഹൗസ്, അതായത് പഴയ തറവാടോ, പിന്നെ എക്സിസ്റ്റിംഗ് ടോയ്ലറ്റ്, എക്സിസ്റ്റിംഗ് ഷെഡ്, എക്സിസ്റ്റിംഗ് ഷോപ്പ്, ഇങ്ങനെ എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ കൂടെ നിങ്ങൾ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലൊക്കെ പ്ലാൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഏരിയ കൂടെ ബിൽട്ടപ്പ് ഏരിയയിൽ വരും. ഇനി നിങ്ങളുടേത് ഒരു നില വീടാണെങ്കിൽ നിങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിന് മുകളിലായിട്ട് ഒരു സ്റ്റെയർ റൂം കൂടെ പണിതിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ കണ്ണിലത് 2 നില വീടാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബിൽട്ടപ്പ് ഏരിയ ആയിട്ട് കണക്കാക്കിയിട്ട് സ്റ്റെയർ റൂമിൻ്റെ ചുമര് കവർ ചെയ്യുന്ന ഏരിയ എത്രയാണോ അത്രയും കൂടെ ബിൽട്ടപ്പ് ഏരിയയിൽ കൂട്ടും. ഇനി ബിൽട്ടപ്പ് ഏരിയ കൂട്ടുന്ന സമയത്ത് തറയുടെ ലൈനിലാണോ ചുമരിൻ്റെ ലൈനിലാണോ ബിൽട്ടപ്പ് ഏരിയ കണക്കാക്കേണ്ടതെന്ന് ചോദിച്ചാൽ തറയിൽ നിന്നും 5 സെൻറ്റിമീറ്റർ വിട്ടിട്ടായിരിക്കും ചുമരുണ്ടാവുക. ചുമരിൻ്റെ ഔട്ടർ ലൈനിലാണ് നമ്മൾ ബിൽട്ടപ്പ് ഏരിയ കണക്കാക്കേണ്ടത്. ഇപ്പോൾ ബിൽട്ടപ്പ് ഏരിയനെ പറ്റിയിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. അതായത് നിങ്ങളുടെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സിറ്റ് ഔട്ട് അടക്കമുള്ള ഏരിയ, ഫസ്റ്റ് ഫ്ലോറിൻ്റെ ചുമര് കവർ ചെയ്യുന്ന ഏരിയ, ഓപ്പൺ ടെറസിൻ്റെ ഏരിയ വരില്ല. അതുപോലെ തന്നെ പോർച്ച് ഉണ്ടെങ്കിൽ പോർച്ചിൻ്റെ ഏരിയ വരും. സെക്യൂരിറ്റി റൂമോ ഡ്രൈവർ റൂമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ വരും. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ കൂടെ ബിൽട്ടപ്പ് ഏരിയയിൽ വരും. ഇനി അടുത്തത് ഫ്ലോർ ഏരിയ ആണ്. അപ്പോൾ ഫ്ലോർ ഏരിയ എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഫ്ലോർ ഏരിയ എന്ന് പറയുമ്പോൾ ബിൽട്ടപ്പ് ഏരിയയുടെ ഒരു മോഡിഫൈഡ് വേർഷനാണ് ഫ്ലോർ ഏരിയ. നമ്മൾ ബിൽട്ടപ്പ് ഏരിയ കാണുന്ന സമയത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള പല ഭാഗങ്ങളും എന്താണ് ഫ്ലോർ ഏരിയയിൽ വരുന്നില്ല. ഫ്ലോർ ഏരിയ കണക്കാക്കുമ്പോൾ എന്തൊക്കെ ഏരിയകളാണ് ഒഴിവാക്കേണ്ടതെന്ന് വെച്ചാൽ, ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ടോട്ടൽ ഫ്ലോർ ഏരിയ കണക്കാക്കുമ്പോൾ, അതായത് വോൾ ടു വോൾ ഏരിയ എടുക്കുമ്പോൾ സിറ്റ് ഔട്ടിൻ്റെ വരാന്തയുടെ പകുതി മാത്രമേ എടുക്കേണ്ടതായിട്ടുള്ളൂ. അതായത് 50% മാത്രമേ ഫ്ലോർ ഏരിയയിൽ വരുന്നുള്ളൂ. ഇങ്ങനെയാണ് നിങ്ങൾ ഫ്ലോർ ഏരിയ കണക്കാക്കേണ്ടത്. അതുപോലെ തന്നെ പോർച്ച് ഉണ്ടെങ്കിൽ പോർച്ചിൻ്റെ ഏരിയ ഫ്ലോർ ഏരിയയിൽ കണക്കാക്കേണ്ടതായിട്ടില്ല. ഇനി നിങ്ങളുടെ വീടിന് ഒരു വോയിഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വോയിഡ് ഏരിയ എത്രയാണോ അത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏരിയയിൽ നിന്നും മൈനസ് ചെയ്യാം. അതും ഒഴിച്ച് ബാക്കി എത്ര ഏരിയ ആണോ വരുന്നത് അത്രയും മാത്രമേ ഫ്ലോർ ഏരിയ ആയിട്ട് കണക്കാക്കുള്ളൂ. ഇനി ഇലക്ട്രിക്കൽ റൂം, സോളാർ പ്ലാന്റിനായിട്ടുള്ള ബാറ്ററികൾ സൂക്ഷിക്കാനുള്ള ബാറ്ററി റൂം, എയർ കണ്ടീഷൻ പ്ലാന്റിനായിട്ടുള്ള എയർ കണ്ടീഷൻ റൂം,
ജനറേറ്റർ റൂം, ഇതൊക്കെ നിങ്ങളുടെ പ്ലാനിനകത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ഏരിയ ഫ്ലോർ ഏരിയയിൽ കൂട്ടേണ്ടതില്ല. ഇനി ബിൽഡിങ്ങിനകത്ത് ഒരു ലിഫ്റ്റ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലോറിനകത്ത് ഈ ലിഫ്റ്റിൻ്റെ ബേസ് ഏരിയ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് ഫ്ലോർ ഏരിയ. അപ്പോൾ ബിൽട്ടപ്പ് ഏരിയ എന്താണ്, ഫ്ലോർ ഏരിയ എന്താണെന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.